ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? മുട്ട ഇഷ്ടമുള്ളവർക്ക് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. പ്രത്യേകിച്ച് പിള്ളേർക്ക്, പച്ചക്കറി കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇതുപോലെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി ഇന്ന പച്ചക്കറി വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. പകുതി ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസിലുള്ള സവോള, ഒരു ക്യാരറ്റ്, തക്കാളിയുടെ പകുതി, ഉള്ളിലത്തെ കുരു ഒക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് പനീർ, ഒരു ചെറിയ പച്ചമുളക്. ഇതെല്ലാം നമുക്കൊന്ന് വാട്ടിയെടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഓരോ പച്ചക്കറിയായിട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, ക്യാപ്സിക്കം, പനീർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആടിയാൽ മതിയിട്ട്. ആടി വരുമ്പോഴേക്കും നമുക്കൊരു മിക്സ് അരച്ചെടുക്കാം. ജാറിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 1/4 കപ്പ് മൈദ, 3/4 കപ്പ് പാല്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇതെല്ലാം നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം. മൈദയുടെയും മുട്ടയുടെയും മിക്സ് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കാം. മുട്ടയെല്ലാം മുറിച്ചെടുത്തു. ഇനി നമുക്ക് റെഡിയാക്കാം. പച്ചക്കറി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം തവയിൽ ഈവൻ ആക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ച് വെച്ച് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തു. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മുട്ട വെച്ച് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി മുട്ടയുടെ മുകളിലിടുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒരു കനം ഇട്ട് കൊടുക്കാം. ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതിയിട്ട, അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ. കുറച്ച് മല്ലിയെല്ലാം മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റ് ഇടുന്നുണ്ട്. ഞാൻ 2 ടൈപ്പ് ചീസ് എടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസും എടുത്തിട്ടുണ്ട്, സ്ലൈസ് ചീസും എടുത്തിട്ടുണ്ട്. അത് മുട്ടയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസ് എത്ര വേണം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചോളൂ കേട്ടോ. പിള്ളേർക്ക് പിന്നെ ചീസ് എത്ര ഇട്ടാലും ഇഷ്ടാവും. അടച്ച് വെച്ച് നമുക്ക് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. വേറൊരു തവ ഹീറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. ആ തവയുടെ മുകളിലേക്ക് ഈ തവ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചോളൂ. അത് കഴിഞ്ഞ് ഒന്ന് സിമ്മാക്കിക്കോളൂ. കുക്കായിൻ്റെ ആവൂട്ട. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് തുറക്കാം. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് വെക്കുമ്പോൾ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.